പഠിക്കുന്ന കോമ്പൗണ്ടുകളാണ് ഈതേഴ്സ്. എന്താണ് ഈതേഴ്സ്? The substitution of hydrogen atom in a hydrocarbon by an alkoxy or allyloxy gives ethers. അതായത് ഒരു ഹൈഡ്രോകാർബണിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ആൽക്കോക്സി ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു അരൈലോക്സി ഗ്രൂപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടാൽ അത്തരം കോമ്പൗണ്ടുകളെയാണ് ഈതേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ആരോമാറ്റിക് ഹൈഡ്രോകാർബണുകളോ ആലിഫാറ്റിക് ഹൈഡ്രോകാർബണുകളിലോ ഇത്തരം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈതേഴ്സ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് കാണാവുന്ന പോലെ തന്നെ RH എന്ന ഒരു ആലിഫാറ്റിക് ഹൈഡ്രോകാർബൺ കൺസിഡർ ചെയ്തിരിക്കുന്നു. അതായത് ഇതൊരു ആൽക്കെയിൻ ആണ് അല്ലേ. ഈ ആൽക്കെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ആൽക്കോക്സി ഗ്രൂപ്പ്, അതായത് RO ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ഹൈഡ്രജൻ പോയി ആ പൊസിഷനിലേക്ക് ഒരു RO ഗ്രൂപ്പ് വന്നു. സോ വി വിൽ ഗെറ്റ് ദ കോമ്പൗണ്ട് ROR. ഇത്തരം കോമ്പൗണ്ടുകളെയാണ് ഈതേഴ്സ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കൂ. ഒരു ആരോമാറ്റിക് ഹൈഡ്രോകാർബണാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ARH എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരു ആരോമാറ്റിക് ഹൈഡ്രോകാർബണിൽ നിന്നും ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്യുകയും അതിന് പകരം ഒരു ആൽക്കോക്സി ഗ്രൂപ്പ് അല്ലെങ്കിൽ അരൈലോക്സി ഗ്രൂപ്പ്, ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് OR എന്ന ആൽക്കോക്സി ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് എങ്ങനെയാണെന്ന് നോക്കൂ. AROR അല്ലേ. ഇതും ഒരു ഈതറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈതർ എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ ആറ്റം നടുക്കും അതിൻ്റെ രണ്ട് വശത്തേക്കും ആൽക്കൈൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പോ പ്രസൻ്റ് ആയി വരുന്ന കോമ്പൗണ്ടുകളാണ്. ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ROR അല്ലെങ്കിൽ AROR എന്നിവയാണ്. ഈ ഈതേഴ്സിൻ്റെ ചില എക്സാമ്പിൾസ് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഡൈമീഥൈൽ ഈതർ. ഡൈമീഥൈൽ ഈതർ അതായത് ഓക്സിജൻ്റെ രണ്ട് ഭാഗത്തും മീഥൈൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഈതറിനെയാണ് ഡൈമീഥൈൽ ഈതർ എന്ന് വിളിക്കുന്നത്. മറ്റൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഡൈഈഥൈൽ ഈതറാണ്. അതായത് ഓക്സിജൻ്റെ രണ്ട് സൈഡിലേക്കും ഈഥൈൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. C2H5O C2H5. ഇത് ഡൈഈഥൈൽ ഈതർ. മറ്റൊരു ഉദാഹരണമായിട്ട് പറയുന്നത് മീഥൈൽ ഫിനൈൽ ഈതർ. അതായത് ഈതർ ROR എന്ന ജനറൽ ഫോർമുലയിൽ ഓക്സിജൻ്റെ ഒരു വശത്തേക്ക് മീഥൈൽ ഗ്രൂപ്പും മറ്റൊരു വശത്തേക്ക് ഫിനൈൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനെയാണ് മീഥൈൽ ഫിനൈൽ ഈതർ എന്ന് വിളിക്കുന്നത്. ഇവയെല്ലാം തന്നെ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ചില ഈതേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഈതേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പോൾ ഈതേഴ്സ് എന്ന് പറയുമ്പോൾ ROR എന്ന ജനറൽ ഫോർമുല വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഈതേഴ്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിമെട്രിക്കൽ ഈതേഴ്സ് അഥവാ സിമ്പിൾ ഈതേഴ്സ് എന്നും അൺസിമെട്രിക്കൽ ഈതേഴ്സ് എന്നും. എന്താണ് സിമ്പിൾ ഓർ സിമെട്രിക്കൽ ഈതേഴ്സ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് സിമെട്രിക്കൽ. അതായത് ഓക്സിജൻ ആറ്റത്തിന് രണ്ട് വശത്തേക്കും സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഈതേഴ്സിനെയാണ് സിമ്പിൾ ഓർ സിമെട്രിക്കൽ ഈതേഴ്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡൈഈഥൈൽ ഈതർ. ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കൂ. നടുവിൽ ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട്, രണ്ട് വശത്തേക്കും ഈഥൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡൈഈഥൈൽ ഈതർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഓർ സിമെട്രിക്കൽ ഈതർ. അതായത് ഇതിന് ഒരു സിമെട്രി ഉണ്ട് അല്ലേ. ഇത് നമ്മൾ നടുവിൽ വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗവും ഒരുപോലെ ഇരിക്കും. സോ ഇറ്റ് ഈസ് ഹാവിങ് സം സിമെട്രി. അതുകൊണ്ടാണ് ഇതിനെ സിമെട്രിക്കൽ ഈതേഴ്സ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. മറ്റൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡൈമീഥൈൽ ഈതറാണ്. അതായത് CH3O CH3. ഓക്സിജൻ ആറ്റത്തിൻ്റെ രണ്ട് വശത്തേക്കും മീഥൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതും ഒരു സിമ്പിൾ അല്ലെങ്കിൽ സിമെട്രിക്കൽ ഈതറിന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അൺസിമെട്രിക്കൽ ഈതേഴ്സ് ആണ്. അപ്പോൾ എന്തായിരിക്കും അൺസിമെട്രിക്കൽ ഈതേഴ്സ്? ഓക്സിജന് രണ്ട് വശത്തേക്കും അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ആൽക്കൈൽ പാർട്ടോ അരൈൽ പാർട്ടോ ഡിഫറൻ്റ് ആയിരിക്കുന്ന ഈതേഴ്സിനെയാണ് അൺസിമെട്രിക്കൽ ഈതേഴ്സ് എന്ന് വിളിക്കുന്നത്. ഡിഫറെൻറ്റ് ആൽക്കൈൽ ഓർ അരൈൽ ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ ഓക്സിജൻ ആറ്റം ഇൻ അൺസിമെട്രിക്കൽ ഈതേഴ്സ്. ചില ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്
മീഥൈൽ ഫിനൈൽ ഈതർ. അതായത് ഓക്സിജൻ ആറ്റത്തിന് ഒരു വശത്തേക്ക് മീഥൈൽ ഗ്രൂപ്പും മറ്റു വശത്തേക്ക് ഫിനൈൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഓക്സിജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽക്കൈൽ പാർട്ട് അല്ലെങ്കിൽ അരയിൽ പാർട്ട് ഡിഫറൻ്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ മീഥൈൽ ഫിനൈൽ ഈതർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ അൺസിമെട്രിക്കൽ ഈതർ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മീഥൈൽ ഈഥൈൽ ഈതർ. ഒന്ന് നോക്കൂ, ഈ ഒരു മീഥൈൽ ഈഥൈൽ ഈതർ എന്ന ഈതറിൽ നടുവിലുള്ള ഓക്സിജൻ ആറ്റം ആണ്. അതിൻ്റെ ഒരു വശത്തേക്ക് മീഥൈൽ ഗ്രൂപ്പും മറ്റു വശത്തേക്ക് ഈഥൈൽ ഗ്രൂപ്പുമാണ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ ദിസ് എൻ എക്സാമ്പിൾ ഫോർ മീഥൈൽ ഈഥൈൽ ഈതർ is an example for unsymmetrical ether.